സൂര്യൻ കെട്ടുമുട്ടിച്ചോണ്ട് താഴോട്ട് വരുവാ. പൊന്നച്ചോ, ഈ കൊല്ലം ഇത്രയും ചൂട്. മഴ അങ്ങ് പെയ്താ മതിയായിരുന്നു. മഴക്കാലം ഇല്ലയോ നല്ലത്. എന്നിട്ട് വേണം എനിക്ക് മനസ്സറിഞ്ഞ് മഴയൊന്ന് പ്രാകാൻ. ചെരുപ്പിട്ടിട്ടും അങ്ങ് ചൂടാന്നേ, ചെരുപ്പിട്ടിട്ടും അങ്ങ് ചൂടാന്നേ. എടാ ഇറക്ക, നീ ആവശ്യത്തിന് വേണ്ടാത്തനും ഒക്കെ പാട്ടിടുവല്ലോ. ഞാൻ ഈ കിടന്ന് തുള്ളിട്ട് നീ എന്താണ് ഒരു പാട്ടിടാത്തത്? എനിക്ക് വയ്യ. എന്റെ കെട്ടിയോടി ഇത് എവിടെ പോയി കിടക്കുവാ? എന്നോട് പറഞ്ഞ മൂത്രം ഒഴിച്ചിട്ട് ഇപ്പൊ വരാന്ന്. എന്റെ മൂത്രം ഒഴിക്കാനും പോയൊന്നും അല്ല. മിക്കവാറും അങ്ങേര ആ കല്ലു ഷാപ്പിനകത്ത് കാണും. വരട്ടെ ഇങ്ങോട്ട്, വരട്ടെ. എന്തുവാ? ഓ, നാടൊട്ട് കിൻഡർലോക്ക് ഇട്ട് വെച്ചേക്ക. ദോശക്കല്ലക്കട നടക്കുന്നവരാ ഞാൻ നടക്കുന്നത്. എന്റെ കാലിന്റെ അടിവശം ഇപ്പൊ മസാല ദോശയുടെ അടിവശം പോലെ. ചെറുക്കനൊരു ചെരുപ്പ് മേടിച്ചാന്ന് എന്തിയാ മനുഷ്യ? ഞാൻ അത് കാക്കട്ടാന്ന് വിചാരിച്ചിട്ട് അലമാരിക്കകത്ത് വെച്ചിട്ടുണ്ട് ഞാൻ. ആ പോയി ബ്ലിങ്ക് പോ. എന്തോ ചെയ്യാനാന്ന് പറ. ഇത്രയും നേരം നിങ്ങൾ എവിടെ ആയിരുന്നു? ഞാൻ അവിടെ മൂത്രം ഒഴിക്കാൻ പോയായിരുന്നു. കള്ളം പറയരുത്. എന്താടി നിങ്ങൾ കള്ളു കുടിക്കാൻ പോയതാ? നിങ്ങള് കള്ളു കുടിക്കാൻ പോയെന്ന് പറഞ്ഞു. നിങ്ങൾ കള്ളു കുടിക്കാൻ പോയതാ? എനിക്ക് കള്ളു കുടിക്കേണ്ട ആവശ്യമില്ല. ഞാൻ മെഡിക്കൽ കോളേജ് നമ്മൾ പോയില്ലേ? ഞാൻ കള്ളു കുടിച്ചിട്ടില്ല. ആ മെഡിക്കൽ കോളേജ് ആശുപത്രി പോകുന്നില്ല. നിങ്ങൾ കള്ളു കുടിക്കുക. നിങ്ങളൊന്ന് ഊതിക്കേ. അപ്പൊ എന്റെ ദൈവമേ, ഇതിലും നല്ലത് കള്ളു കുടിക്കുന്നതായിരുന്നേ. കള്ളു കുടിക്കല്ല, ഞാൻ മൂത്രം ഒഴിക്കുവല്ല. അവിടെ മൂത്രം ഒഴിച്ചോണ്ടിരിക്കും. എന്തോ കൊച്ചിന്റെ ടാങ്കർ വന്നിട്ട് വേണം നിങ്ങൾക്ക് മൂത്രം ഒഴിക്കാന്? ഇത്രയും സമയം തോന്നിച്ചാൽ നിങ്ങൾക്ക് മൂത്രം ഒഴിക്കാന്? സമയം തോന്നിയാൽ നല്ല തണുപ്പുള്ള മുറിയാണ്. അത് കയറുന്നത് ഞാൻ ഒന്ന് മൂത്രം ഒഴിക്കും, തണുപ്പ് കൊള്ളും. പിന്നെ മൂത്രം ഒഴിക്കും, തണുപ്പ് കൊള്ളും. മൂത്രം ഒഴിക്കും, തണുപ്പ് കൊള്ളും. ശരീരം വിയർക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ പെടുത്ത് തണുപ്പാടി ഞാൻ മുറിക്കാൻ തോട്ടാ കാണുന്ന ആ സാധനത്തിന്. അത് അടിപൊളി സംഭവം. എന്റെ ദൈവമേ, അത് മൂത്രപ്പരയല്ല. അത് ഈ പൈസ ഇങ്ങനെ ATM കാർഡിൽ കുത്തിയിട്ടിട്ട് എടുക്കുന്ന ATM കൗണ്ടറാ. അതാണ്. കയറിയോതാ. അയ്യോ, ഇനി ATM കാർഡ് ഇട്ടിട്ട് പിന്നടിക്കുമ്പോ എന്റെ മൂത്രം വരില്ല. ആൾക്കാർ വന്ന് ഇതിനെ പിടിച്ചോണ്ട് പോട്ടെ. എങ്ങനെയാ ഇത് എടുക്കുന്നത്? ചെന്തരിക്കുട്ടി ഇതെന്ന് എടുക്കടി. ആ കേട്ടായത് അത് പിന്നെ അടിച്ചില്ലല്ലോ ബെല്ല് അങ്ങോട്ട് കൊണ്ട് ചെല്ലാന്. ചെല്ലുമ്പോ അടിച്ചെങ്കിലോ? അടിക്കുമ്പോ കേൾക്കുന്നത് ബെല്ലായിരിക്കത്തില്ല, ചെവി കൂടെ മൂളലായിരിക്കും. ഇങ്ങോട്ട് വരാൻ, ഇങ്ങോട്ട് വരാനാ പറഞ്ഞത്. നിങ്ങൾക്ക് ഇതൊന്നും അറിയത്തില്ലയോ? നിങ്ങളെ കൊച്ചർക്കാരൊന്നും പഠിപ്പിച്ചില്ല. ഇതെല്ലാം അനന്തൻ എന്നെ പഠിപ്പിച്ചായിരുന്നു. നിന്നെ പഠിപ്പിച്ചിട്ട് പറഞ്ഞ ഇത് വേണ്ട, മറ്റേ സാധനം മതിയായിരുന്നു പറയും. ഇതെങ്ങനെ ഇതെന്താ ഈ ചെക്കൻ എന്താ എന്നെ പഠിപ്പിക്കാൻ? പഠിപ്പിച്ചാ മതിയായിരുന്നു. ECGയുടെ റിസൾട്ട് കണ്ടിട്ട് കമ്പി സ്ലൈഡ് വരച്ചു വെച്ചേക്കുവാന്ന് പറഞ്ഞവനാ. എന്നെ കൊണ്ട് കൂടുതൽ പറയിപ്പിക്കരുത് മനുഷ്യ. ഇതിനകത്ത് ആരെങ്കിലും നമ്മളെ വിളിക്കുവാണെങ്കിൽ 2 വട്ടവാ ഇതിനകത്തുള്ളത്. ഒരു പച്ചവട്ടോ ഒരു ചുമന്ന വട്ടോ. വിളിക്കുവാണെങ്കിൽ ഈ പച്ചവട്ടത്തിൽ പിടിച്ച് ഒരു തള്ള അങ്ങോട്ടങ്ങ് കൊടുക്കണം. ചെറുക്കൻ ഇപ്പൊ വിളിക്കുന്നു, നിങ്ങൾ ഞാൻ കാണിച്ചു തരാം. വിളിക്കുന്നു. ഈ പച്ചയെ പിടിച്ച് ഒരു തള്ള അങ്ങോട്ട് കൊടുക്കണം. സംസാരിക്കാം. വള്ളി ചാച്ചോ, ആനന്ദോ, വള്ളി ചാച്ചോ, ആനന്ദോ, വള്ളി ചാച്ചോ, ആനന്ദോ, വള്ളി ചാച്ച ഞാൻ പറയുന്ന കേക്കാമോ? വള്ളി ചാച്ചോ, ഞാൻ പറയുന്ന നിനക്ക് കേൾക്കാമോടാ? കേക്കാം. വള്ളി ചാച്ച എവിടെ നിൽക്കും? എത്ര നേരം വിളിച്ചു? എവിടെ നിൽക്കും വള്ളി ചാച്ച? എടാ, ഞാൻ ഈ വിളികളെ ഈ ബസൂക്കൊക്കെ വരുന്ന സ്ഥലമില്ലയോ? ബസൂക്ക വന്നിട്ട് പോയിട്ട് 6 മാസമായല്ലോ. അത് മമ്മൂട്ടിയുടെ സിനിമ ബസൂക്ക എന്നല്ല പറഞ്ഞേ. നമ്മൾ ഈ ബസ്സൊക്കെ കയറാൻ വന്നേ ഇവിടെ ഇതില് ബസ് സ്റ്റാൻഡില്ലേ? ആ ബസ് സ്റ്റാൻഡില് അവിടെ ഇതുവരെ പോയില്ലയോ കോട്ടയത്തിന്? എടാ, ഇവിടുന്ന് കോട്ടയത്തിന് ഇപ്പൊ വണ്ടിയില്ലെന്ന്. അപ്പൊ ഒരു കാര്യം ചെയ്യ്, നേരെ കോഴഞ്ചേരിയിൽ ഇറങ്ങണം. അത് കഴിഞ്ഞ് തിരുവല്ല ഇറങ്ങണം. അത് കഴിഞ്ഞ് ചങ്ങനാശ്ശേരി ഇറങ്ങണം. അത് കഴിഞ്ഞ് കോട്ടയത്ത് ഇറങ്ങണം. അത് കഴിഞ്ഞ് മെഡിക്കൽ കോളേജിന്റെ പടിക്കൽ ഇറങ്ങണം. നീ എല്ലായിടത്തും ഇറങ്ങണം എന്നല്ലേ പറഞ്ഞത്? നീ കയറണമെന്ന് പറയുന്നില്ലല്ലേ? ഞങ്ങൾ എവിടെ കയറും? ആ ബസ് വരുമ്പോ അതിനകത്ത് കയറി ഇറങ്ങി പോണോന്നല്ലേ പറഞ്ഞത്? ശരിയാ പിന്നെ വല്യമ്മച്ചി എത്തിയേ? ഇവിടെ നോക്കണേ, വല്യമ്മച്ചി നോക്കണേ. നോക്കാം. അങ്ങോട്ട് കൊടുത്ത വല്യമ്മച്ചിനെ കൊടുത്തേ. പറയാത് കുഞ്ഞേ പറവാനെ. അപ്പൊ സംസാരിക്കുന്ന ആട്ടുകുട്ടി എവിടെ നിന്ന്? ആട്ടുകുട്ടിയല്ല മോനെ, വല്യമ്മച്ചിയെ പറവാനെ. വല്യമ്മച്ചിയെ പറഞ്ഞാട്ടെ. വല്ലിച്ചാച്ചനെ നോക്കണേ. അപ്പൊ വല്ലിച്ചാച്ചൻ ഇവിടെ ഉണ്ട്. ഒരു ദിവസം കഴിഞ്ഞ് വന്നാ ഞാൻ നോക്കിക്കൊള്ളാം. ഞാൻ വല്ലിച്ചാച്ചനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് വല്യമ്മച്ചിയെ നോക്കണമെന്ന് കേട്ടോ. അതങ്ങനെ വേണം മോനെ. ആ വല്ലിച്ചാച്ചനെ കൊടുത്തേ. കാര്യം എന്തോന്ന് എനിക്കറിയാം, എന്നാലും കേട്ടോ. വല്യമ്മച്ചിയെ നോക്കണേ. വല്യമ്മച്ചിയോട് പറഞ്ഞിട്ടുണ്ട് വല്ലിച്ചാച്ചനെ നോക്കണേന്നേ. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുമ്പോ ബസ് വരുന്നോട് നോക്കണേ കേട്ടോ. നീ ഞങ്ങളോട് വരത്തില്ലായിരുന്നോടാ? അയ്യോ, നിങ്ങളോട് വന്നു കഴിഞ്ഞാൽ എനിക്ക് വീട്ടിൽ ഇരുന്ന് ഫോൺ ചെയ്യാൻ പറ്റത്തില്ലല്ലോ. വെച്ചിട്ട് പോടാ, വോയിസ് ഓവർ കൊതിയാ. അങ്ങ് പോയാ അത് പോകും. മര്യാദക്ക് ആ ബസ് ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയാനെ. അവര് കുത്തി മലത്തോന്ന് പേടിച്ചോണ്ട് അത് വെട്ടിക്കെട്ടോണ്ട് പോയത്. പിന്നെയാണോ വന്ന് കിടന്ന് കാണിക്കുന്നത്? നിങ്ങൾ ഇതെന്ത് ബസ്സിന്റെ ഇടയിൽ ചെന്ന് കഴിഞ്ഞാൽ അത് വന്ന് വണ്ടേ കയറുമെന്ന് ബസ്. നീ എന്താ തലേ കയറുന്നത്? അത്ര ഇല്ലല്ലോ ബസ് കയറുന്നത്. നിങ്ങൾ എന്തോ കണ്ടോണ്ട് നെഹളിക്കോ? ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ശരീരം ഇട്ട് ഇളക്കരുതൊന്നും. ഇളക്കി വെക്കാൻ എന്റെ ശരീരം തട്ടുകടയോ? തട്ടുകടയെന്നല്ല, തട്ടിപ്പോകുന്നുള്ള കാര്യമാ പറഞ്ഞു. അവിടെ കൊതി കണ്ടോ? തട്ടുകട
ചത്തിപ്പോന്ന കാര്യം പറഞ്ഞു. അതല്ല, ഞാൻ ചത്തിപ്പോന്ന കാര്യം പറയാൻ ഇവിടോട്ട് വരണ്ട, ആ വെയിറ്റിംഗ് ഷെഡിന്റെ അവിടെ നിന്നാ മതിയെന്ന് ഞാൻ ഇങ്ങേരോട് പറഞ്ഞു. എന്നാലും പറ്റത്തില്ല, ബസ് സ്റ്റാൻഡിൽ തന്നെ അങ്ങ് പറഞ്ഞു. ഇത് വെയിറ്റിംഗ് ഷെഡ് ഉണ്ടാക്കിയിട്ടേക്കുവാ. ഒരു സ്റ്റീൽ പൈപ്പ് മനുഷ്യനകത്ത് അരവല്ലേ കോരിയിരിക്കുന്ന അഹബാള് വിട്ടുപോ ഉണ്ടാക്കി വെച്ചേക്കോ ഓരോന്ന് മനുഷ്യനെ ഇരുത്താതിരിക്കാൻ വേണ്ടി വെയിറ്റിംഗ് ഷെഡ്. അങ്ങനെ പറയരുതെന്ന്. എന്താ MLA ഫണ്ടിൽ നിന്ന് 25 ലക്ഷം ഉണ്ടാക്കിയിട്ട് അത് അവിടെ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. 25 ലക്ഷം രൂപ ഉണ്ടാക്കി വെച്ചേക്കാം. 2 കമ്പും മേളിലൊരു കൂരെ ഉണ്ടാക്കി വെച്ചേക്കാം. മനുഷ്യന് ജീവിതകാലം പിന്നെ താമസിക്കുന്ന വീട്ടിൽ കൊടുക്കുന്നത് 5 ലക്ഷം കൊടുവാ. മിണ്ടായിരുന്നു, ഞാൻ പറഞ്ഞേക്കാം കേട്ടോ. അത് നീ ഒറ്റ വ്യക്തി കാരണമാ. ചെറുക്കൻ പറഞ്ഞതല്ലയോ കാറ് വിട്ട് വിളിച്ചു തരാമെന്ന്. അപ്പൊ നിങ്ങൾക്ക് അത് വയ്യല്ലോ. സത്യം പറഞ്ഞ എനിക്ക് ബസ് മതി, അതാ ഇഷ്ടം. വേണ്ട, ഇവിടെ വെച്ചിട്ടുണ്ടല്ലോ 40 കൊല്ലമായി കല്യാണം കഴിഞ്ഞിട്ട്. എന്നിട്ട് എന്നോട് പറഞ്ഞില്ലല്ലോ കല്യാണം കഴിച്ചാൽ നമ്മുടെ കല്യാണം കഴിഞ്ഞ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ ഈ നരപ്പായ സ്ഥലത്ത് വന്ന് നിങ്ങൾക്കത് പറയാൻ തോന്നിയല്ലോ. എന്തെങ്കിലും ഒരു കുറവ് ഞാൻ നിങ്ങൾക്ക് വരുത്തിയിട്ടുണ്ടോ? ഇയാൾക്ക് ബസ് മതിയെന്ന്. ഉത്സവം കഴിഞ്ഞ് കൊടി ഇറക്കി എന്നറിയൊക്കെ മുത്തുകൂട പിടിക്കണമെന്ന്. ഏതാവള് എന്തുവാ ഈ ബസുമതി? ഏതാന്ന് ബസുമതിയോ? ഒരു ചെവിക്കാ താടലോകം വളർത്തിയോളെ. ബസുമതി എന്നല്ല ഞാൻ പറഞ്ഞേ. ബസ്സില്ലേ ടാറ്റാക്കാർ പോലെ നിമിഷം നേരം കൊണ്ട് വണ്ടി ഉണ്ടാക്കി കാണിക്കത്തില്ല. എനിക്ക് ബസ് മതി, കാറ് വേണ്ടെന്നാ ഞാൻ പറഞ്ഞത്. ബസ് മതി നല്ല പറഞ്ഞത്. എന്റെ തെറ്റിദ്ധാരണ കോമഡിയാതെ വിട്ട് സമയം പോകുന്നു. പക്ഷെ അത് ഈ കയ്യിലല്ല, പെണ്ണുങ്ങളാ വലത്തെ കൈ വാച്ച് കെട്ടുന്നത്. നിങ്ങൾ എടുത്തത് ഇടത്തെ കയ്യിലോട്ട് കെട്ടിയാ. ഞാൻ വലത്തെ കയ്യിലെ കെട്ടത്തുള്ളൂ. അത് ഇത്ര നിർബന്ധം. ചോറ് തിന്നുമ്പോ പാത്രത്തിൽ കിടന്ന് നിരങ്ങുന്ന ശബ്ദം കേൾക്കണം. ദൈവമേ, അവിടെ ഊണ് ഇലപ്പൊതിയൊക്കെ തരുന്നത്. അതിനകത്ത് പാത്രത്തിൽ ഇട്ട് കിണ്ടുന്നിന്റെ സൗണ്ട് കേൾക്കത്തില്ല. നീ താമസം നേരത്തെ ഇറങ്ങിയാൽ മതി. നിന്റെ ഒരു കപ്പ് ഇവിടെ ഒരുക്കം കാരണം ഞങ്ങളുടെ പൗഡർ ടില്ല് പിടങ്ങി പോയി വീട്ടിൽ നിന്ന്. ഞാൻ ഒരുങ്ങൊന്നുമല്ലായിരുന്നു. ഇങ്ങനെ ദൈവവിശ്വാസം ഇല്ല ചേച്ചി. അതുപോലാന്നോ ഞാൻ ഈ കൊച്ചു പെണ്ണായ ഞാൻ അങ്ങനാന്നോ? ഞാൻ ഇത്രയും ദൂരം വരുന്നില്ല, ഞാൻ വിളക്കത്തി ചേച്ചി ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അയ്യോ അത് ശരിയാ, നമുക്കൊന്നും പറ്റല്ലേ എന്നുള്ളതല്ലേ. അതല്ല, എനിക്ക് പെട്ടിപ്പുറം തന്നെ സീറ്റായിട്ട് കിട്ടണേന്ന് പ്രാർത്ഥിക്കുക. എന്റെ ദൈവമേ, എനിക്ക് അതന്നെ അങ്ങ് തരണം. ഇപ്പോഴും പെട്ടിപ്പുറത്തിരുന്ന് ഈ പെട്ടിപ്പുറത്തിരിക്കുമ്പോ ഞാൻ പഴയ എന്റെ കോളേജ് കാലം എനിക്ക് ഓർമ്മ വരും. അയ്യോ എന്തോ രസമാണെന്നറിയാവോ? ആ ഡ്രൈവർ ഇരുന്ന് ഇങ്ങനെ അങ്ങോട്ട് വളയം തിരിക്കും, ഞാനും അത് കണ്ടോണ്ട് ഇങ്ങനെ ഇരിക്കും. ഇടയ്ക്ക് എന്നെ അയാളൊന്ന് വളയ്ക്കാൻ നോക്കും, സന്തോഷം. അങ്ങനെ ഒരു അവധിക്കാലം ഞാൻ കോളേജ് ഉണ്ടെന്നും പറഞ്ഞോണ്ട് ബസ്സിൽ കയറി. എന്നിട്ട് ഞങ്ങൾ ഈ കടപ്പുറത്തൊക്കെ പോയി കപ്പലണ്ടി തിന്നുവേ. അങ്ങനെ എങ്ങനെ അച്ഛൻ ഇതറിഞ്ഞു. അച്ഛൻ സമ്മതിക്കൂ? അന്ന് ഈ ഡ്രൈവർമാരെ ഒന്നും ഇഷ്ടപ്പെടത്തില്ല, സമ്മതിച്ചില്ല. ഞാൻ ആവുമ്പട്ടം പറഞ്ഞു അച്ഛൻ എനിക്ക് മതിയെന്ന്. പിന്നെ എവിടെ കിടന്ന് ഒരു പേങ്ങോടനെ പിടിച്ച് അങ്ങ് കെട്ടിച്ചു. എന്റെ തലവിധിയെന്നല്ലാതെ എനിക്കെന്താ പറയാന്. ഇപ്പോഴും ആ കാര്യങ്ങളൊക്കെയാ നേരെ. അതാ ആരെ കണ്ടാ നിന്നെ അന്ന് കല്യാണം കഴിപ്പിച്ചത്? ഓ അതൊക്കെ നമ്മൾ ഓർത്തിരിക്കുന്ന. ഒരു മുതുകാലം വന്ന് അങ്ങ് കയറി ഞാൻ അങ്ങ് തലയും വെച്ച് കൊടുത്തു. ഇങ്ങോട്ട് തൂടിച്ചോക്കെ അതാ ഞാൻ. നീ കണ്ടവന്മാർ പോലെ പ്രണയിച്ച് നടന്നത് എന്റെ പല തല വെച്ച് കെട്ടി തന്നത്. ഇതൊക്കെ പണ്ടത് നടന്ന കാര്യം. ഇതൊക്കെ ഇപ്പൊ അറിഞ്ഞിട്ട് കൊടുക്കാനെങ്ങോ ഒരുത്തന്നെ പ്രണയിച്ച് നമ്മളെ എന്റെ തലക്കെട്ടി വെച്ച് തന്നില്ല. നിന്റെ കണ്ട അവരെ ഞാൻ ആ കാപ്പി കമ്പിന് പെയിന്റ് അടിച്ചിട്ട് ചാരി നിൽക്കുന്ന അവരെ ഞാൻ പിറ്റേലടിച്ച് കയറ്റി. അതിലോട്ട് അങ്ങോട്ട് ചെല്ലും. 10-90 വയസ്സായെങ്കിലും അച്ഛനെ ഒന്ന് കാണണം. പയറ് പോലെ പയറുവിത്തെ ഞാൻ പറഞ്ഞോട്ടെ. ഇങ്ങനോട് വായിട്ടടിച്ച എന്റെ ദൈവമേ, എന്റെ ഉള്ളംകാലം മുതൽ അങ്ങ് വിശക്കുമ്പോ എനിക്ക് വിശന്നിട്ട് വയ്യ. നമുക്ക് എവിടെയെങ്കിലും പോയി കഴിക്കാവുന്നേ. അല്ല അവിടെ അത് കഞ്ഞി നിന്റെ അച്ഛനും കൊണ്ടുപോവാ. എന്തുവാ പയറ് ഞാൻ പറഞ്ഞു കേട്ടോ. ചുമ്മാ ചൊറിയരുത്. നിങ്ങളുടെ കിടത്താപ്പല്ല നിങ്ങൾ എടുത്തോ. അതൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. എല്ലാ സാധനം എടുത്ത് വെച്ചിട്ടുണ്ട്. ഓ ബസ്സിങ് വന്നാ മതിയായിരുന്നേ. ആൾക്കാരോടെ ബസ്സിൽ തള്ളി കയറി പോന്നോടി അങ്ങോട്ട് പോയി കടി. ഓ പുലിക്ക് സർപ്പത്തിനകത്ത് കസ്കസ് കടന്ന് കിലുങ്ങുന്ന പോലെ എല്ലാം അവിടെ കിടന്ന് തിളക്കട്ടെ. ഭയങ്കര തിരക്കല്ലേ? ഞാൻ 11 മണിയാകുമ്പോഴത്തേക്ക് സാറേ അറിയാം. എനിക്ക് വേണ്ടിയാണ് ലേറ്റാക്കിയത് അറിയാം. വരും സാറേ വരും. അല്ലല്ല ഞാൻ കഴിച്ചിട്ട് വരാം. 5 സ്റ്റാർ ഹോട്ടലിൽ ഞാൻ കഴിച്ചിട്ട് വരാം. അതാ ഞാൻ നിങ്ങളോട് വീട്ടിൽ കഴിച്ചിട്ട് വരാം. കാരണം എനിക്ക് 5 സ്റ്റാർ ഹോട്ടലിൽ നിന്ന് കഴിക്കാൻ അറിയത്തില്ല. ബസ്സേ കയറി വന്നാൽ നിങ്ങൾ എന്റെ അടുത്ത് തന്നെ ഇരിക്കണമെന്നാ സ്ത്രീയുടെ സീറ്റ് പുരുഷന്മാരിക്കുന്നത് ശിഷാർഗോ അതായിരിക്കത്തില്ല. പക്ഷേ നിങ്ങൾ എന്റെ ഭർത്താവില്ലേ? അപ്പൊ നിങ്ങൾ എന്റെ അടുത്തിരിക്കുന്നതിന് ഒരു കുഴപ്പമില്ല. ഞാൻ കഴിഞ്ഞിടയ്ക്ക് അങ്ങനെ പറഞ്ഞ എനിക്ക് അടി കിട്ടിയത്. നമ്മുടെ എന്താ അപ്പൊ നിങ്ങൾ എവിടെ പോയി? ഞാൻ അവിടെ പോയി. ഞാൻ സീറ്റ് കിട്ടിയില്ല. ബസ്സേ പിന്നെ ഞാൻ വന്ന സമയത്ത് സീറ്റ് കിട്ടിയില്ല. കമ്പിയെ പിടിക്കാൻ ഇങ്ങനെ നിൽക്കുമായിരുന്നു. ആ സമയത്ത് എന്റെ കയ്യിൽ വെട്ടി ഞാൻ ശബ്ദം കേൾക്കാത്ത അതുപോലെ ബലം പ്രയോഗിച്ചാണ് ഞാൻ നിന്നത്. എനിക്ക് സീറ്റ് ഇല്ല. അവിടെ ഒരു പെണ്ണിരിക്കാൻ ഞാൻ അവിടെ കയറിയിരുന്നു. എനിക്കാന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇതെന്റെ ഭാര്യ എന്ന് പറയുമ്പോൾ ഒരൊറ്റ അടിയായിരുന്നു. ഇനി പെൻഷൻ മേടിക്കാൻ കഷായം മേടിക്കാൻ നിങ്ങൾ അങ്ങോട്ട് ആവശ്യമില്ലാത്തത് നിങ്ങൾ ആ ബഹളം വെക്കുന്നത്. അല്ലെങ്കിൽ ഞങ്ങൾക്ക് നാട്ടിലോട് കാണുമ്പോ കട്ടക്കാപ്പി വേണം, മൂത്രമൊഴിക്കാനും പോകണം. വീട്ടിലെ സൗകര്യം ഉണ്ടായിട്ട് അത് ചെയ്യത്തില്ല നിങ്ങൾ. അമ്മൂമ്മേ അപ്പൂപ്പ
ഞങ്ങൾക്ക് ആർക്കാ നല്ല മണമുള്ളേ? എന്തുവാ? നീ തൊട്ട് മണപ്പിച്ച് നോക്കിയത്? തൊട്ട് മണപ്പിച്ചാൽ മിണ്ടാതിരിക്കാൻ പറഞ്ഞ ഒരാൾ ഇവിടെ ഫോണിൽ സംസാരിക്കുന്നത് കണ്ടില്ലയോ? നിന്റെ വീട്ടിൽ ഒന്ന് സംസാരിച്ചോളാം. ഞങ്ങൾ സ്റ്റാൻഡിലോ സംസാരിക്കുന്നത്. നിങ്ങൾ സംസാരിക്കണം, പതുക്കെ സംസാരിക്കണം. ഇത് പബ്ലിക് പ്ലേസ് ആണ്. പബ്ലിക് പ്ലേസ് ആണ്. പബ്ലിക് പ്ലേസ് ആണ്. എന്നെ കൂടെ തെറ്റിക്കണം. പൊതു സ്ഥലമാണിത്. പൊതു സ്ഥലത്ത് എല്ലാവർക്കും സംസാരിക്കാനുള്ള ഇതുകൊണ്ട് ശേഷിയുണ്ട്. മോനെ അങ്ങനെ ആരെയും നമ്മൾ മാന്യന്മാർ ഇടപെടുന്ന ആ ഡയലോഗ് ഉണ്ടല്ലോ, അതാ ഞാൻ പറയാം. നമുക്ക് നമ്മൾ സ്ഥിരം ഇത് പരിപാടി. അതാ പിന്നെ എന്റെ വീട്ടിൽ ഇതുപോലെ രണ്ടെണ്ണം ഉണ്ടല്ലോ എന്ന് ഓർത്ത് ഞാൻ സഹിക്കുമല്ലോ. നീ എന്താ ജോഡി വാങ്ങിച്ചു വെച്ചേക്കാ വീട്ടില്? ഞാൻ ലവ് ബേഴ്സിനെ വളർത്തുന്ന കാര്യമല്ല പറഞ്ഞു. എന്റെ വീട്ടിൽ ഒരു അപ്പൂപ്പിനും അമ്മൂമ്മ അതാ പറഞ്ഞു. അതുകൊണ്ട് ഞാൻ സഹിക്കുവാന്നാ പറഞ്ഞു. സ്വന്തം തത്തത്താളെ അപ്പൂപ്പനും അമ്മൂമ്മ പറയത്തില്ല. ചെറുക്കന്റെ കയ്യിൽ നിന്ന് കുത്തു മേടിക്കാനാ മിണ്ടായിരിക്കും. മക്കളെ മോനെ എവിടെ പോവാ? ട്രിവാൻഡ്രം. തിരുവനന്തപുരത്ത് എവിടാ? തിരുവനന്തപുരത്തെ വട രസവട. നീ മുങ്ങി തപ്പി എടുക്ക, അതല്ലേ ചോദിച്ചേ. തിരുവനന്തപുരത്ത് നീ എവിടോട്ടാ പോന്നേന്ന്? തിരുവനന്തപുരത്ത് പേട്ട. എരുമേലിലുണ്ട് പേട്ട. പേട്ട കൊള്ളാൻ പോവാന്നല്ല പറഞ്ഞത്. തിരുവനന്തപുരത്ത് പേട്ട എന്ന് പറഞ്ഞ സ്ഥലത്താണ് എനിക്ക് പോകേണ്ടത്. അയ്യോ, ഞങ്ങളുടെ സുധാകരന്റെ മോനുണ്ടല്ലോ അവിടെ. മോൻ ഈ പേട്ട ജംഗ്ഷൻ അറിയാവോ മോനെ? പേട്ട ജംഗ്ഷന്റെ തൊട്ടടുത്താ എനിക്ക് പോകേണ്ടത്. ആണോ? ആ പേട്ട ജംഗ്ഷനിൽ ഈ വണ്ടിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു വിടുന്ന ജോലിയാ ആ ചെറുക്കന്, അറിയാവോ? ഓ, ട്രാഫിക് സിഗ്നലിന്റെ ബന്ധുക്കാരാണോ നിങ്ങള്? അവര് മറ്റേ പറഞ്ഞു കൊടുക്കണേ എങ്ങനെയാ ജോലികളെ? ഐസ്ക്രീം കോണിന്റെ പോലെ പകുതി വെള്ളയും പകുതി കാക്കിയൊക്കെ ആയിട്ട് ഒരാളിങ്ങനെ നിന്ന് ഇങ്ങനെ. അത് ട്രാഫിക് പോലീസ്. അവരുടെ യൂണിഫോം ട്രാഫിക് പോലീസ്. അതാ അതാ. ഇവിടെ ട്രാഫിക് എന്ന് പറയത്തില്ല. കഴിഞ്ഞ വേടക്കെ അബദ്ധവശ ട്രാഫിക് എന്ന് പറഞ്ഞു. ഇവിടെ നാക്ക് വളഞ്ഞ് പക്കാവട പോലെ ഇരിക്കുവായിരുന്നു. 6 മാസം പ്ലാസ്റ്റർ ഇട്ട് കിടക്കുമായിരുന്നു. പിന്നെ പറയാൻ പാടില്ല. അതുകൊണ്ടല്ല മോനെ, ഞാൻ പ്രായമായി വരുമല്ലോ. എനിക്ക് ഇങ്ങനെ കടുംപിടുത്തം പിടിക്കുന്ന വാക്കുകളൊന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല. ഞാനങ്ങ് മറന്നുപോകും. പ്രായമല്ലയോ, മറന്നുപോകും. ഇവള് മറന്നുപോകും. BC 500 ആണ്ടിലെ തെറിയ ആ മക്കളെ കൊച്ചുമക്കളെ ഇവള് വിളിക്കുന്നത്. അത് നമ്മള് മറക്കത്തില്ലല്ലോ. ഞാൻ പറഞ്ഞു കേട്ടോ, നേരം കാലത്ത് എങ്ങോട്ട് പോവാ? രണ്ടുപേടി വഴക്ക് കിട്ടും. ഞങ്ങളെ കോട്ടയം വരെ പോവാ ഞങ്ങള്. ഈ കോട്ടയത്ത് ഒരു ബസ് വരും, അന്നേ പറഞ്ഞേക്കണേ. ആ ശബ്ദം കേൾക്കും, അന്നേരം കയറി പോയാൽ മതി. എല്ലാ ബസ്സിനും സൗണ്ട് ഉണ്ട്. നീ ഇങ്ങോട്ട് വെക്കല്ലേ. കോട്ടയം മെഡിക്കൽ കോളേജിൽ പോവാ ഞങ്ങള്. മെഡിക്കൽ കോളേജ് പരിപാടി? ഇങ്ങേർക്ക് കഴിഞ്ഞ മാസം 28-ാം തീയതി മൂക്കില് ഡോക്ടറും നേഴ്സും ഒക്കെ ചേർന്ന് ഒരു പരിപാടി ഉണ്ടായിരുന്നു. മകാശ എന്നാ കഴിഞ്ഞു അത്? അതല്ലേ എടാ, കഴിഞ്ഞ മാസം അവിടെ ആശുപത്രി ചെന്നപ്പോഴേ എന്റെ മൂക്കിനകത്തൊരു ദശയെന്ന്. ബാക്കി ഭാഗമൊക്കെ തെർമോക്കോൾ കൊണ്ട് ഉണ്ടാക്കിയേക്കുവാണ്. എടാ, എന്റെ മൂക്കിനകത്തൊരു ദശ. ദശ. അത് കഴിഞ്ഞ മാസം 28-ാം തീയതി ഡോക്ടർ എടുത്തങ്ങ് കളഞ്ഞു. അപ്പൊ അത് തിരിച്ചെടുക്കാൻ പോവാന്നോ ഇപ്പൊ? അതല്ലെന്ന് പറഞ്ഞ ഡോക്ടർ അത് കഴിഞ്ഞിട്ടേ ഇനി തോന്നിയ തുണിക്കടയിലോട്ട് നോക്കി കയറി പാവയെങ്കിലും കണ്ടുപിടിക്കും. മെഡിക്കൽ കോളേജിൽ ഡിസ്ചാർജ് ആയി ഇറങ്ങി വന്ന സമയത്ത് ഡോക്ടർ എന്നോട് പറഞ്ഞു, അപ്പച്ചാ 29-ാം തീയതി 30-ാം തീയതി ആകുമ്പോഴത്തേക്ക് ചെല്ലണം, എനിക്ക് അവിടെ ഒരു സെറ്റപ്പ് ഉണ്ടെന്ന്. അത്രയ്ക്ക് നല്ല ഡോക്ടർ. നല്ല ഡോക്ടർ. ഞാൻ ഇവളെ വെളിയിൽ നിർത്തിയിട്ട് ഞാൻ അകത്തോട്ട് കയറത്തുള്ളൂ. കാരണം എനിക്ക് ആ സെറ്റപ്പിന് എന്ത് കാണുമല്ലോ. എന്തോ അത് സെറ്റപ്പ് അല്ല, ചെക്കപ്പിന് ചെല്ലണമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. മോന്റെ വീട് എവിടാ? എന്റെ വീട് കുഴമ്പ. തെന്നി അടിച്ച് വീഴത്തില്ലൂടാ നിന്റെ വീട്ടിലോട്ട്? എന്തോ കൊഴമ്പാന്ന് പറഞ്ഞു. കുഴമ്പല്ല, കുമ്പഴ. പത്തനംതിട്ടയ്ക്ക് അടുത്ത് കുമ്പഴ. കുമ്പഴക്കാരനോ? കുമ്പഴ എന്ന് പറഞ്ഞാ കേക്കും. എന്റെ വായ നീ വല്ല കേക്കും. കുമ്പഴ അതെവിടാ? അയ്യോ, കുമ്പഴല്ലേ നമ്മള് മലയാളപ്പുഴയ്ക്ക് തിരിയത്തില്ലേ? തിരിഞ്ഞില്ല മലയാളപ്പുഴ ഉണ്ടാവത്തില്ലയോ? അതല്ലെന്ന് മലയാളപ്പുഴയ്ക്ക് ഇങ്ങനെ തിരിയത്തില്ലേ? അവിടുന്ന് കടമലക്കട്ടേക്ക് തിരിയത്തില്ലേ? കടമട്ടയ്ക്ക് തിരി. അതുകൊണ്ടാ കവിതയൊക്കെ എഴുതി വെച്ചേക്കുന്നത്. അങ്ങനെയല്ലെന്ന്, കടമട്ടെന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് തിരിയത്തില്ലേ കുമ്പഴേന്ന്? അവിടെ ആ വലത്ത് സൈഡ് റോഡിന് മേലപ്പുറത്ത് കാണുന്ന വീടാ എന്റെ. ചിലപ്പോ നിന്റെ അപ്പൂപ്പനെയൊക്കെ എനിക്കറിയാം. ഞാൻ അവിടെ റോഡിൽ കൂടെ പോയാലേ എന്റെ അപ്പൂപ്പനെ തൊട കാണാം. തെറ്റിദ്ധരിച്ചാ? എന്തുവാ തൊടയല്ല, നിന്റെ അപ്പൂപ്പന്റെ കടയായിരിക്കും അവിടെ കാണുന്നത്. അതല്ലെന്ന് അപ്പൂപ്പൻ മുണ്ടും മടക്കി കുത്തി ആ വഴിയിറമ്പിൽ ഇങ്ങനെ നിൽക്കുന്ന കാണാം. അങ്ങനെ നിന്റെ അപ്പൂപ്പൻ തോന്നിയ ദിവസം കടച്ചിട്ട് അവിടെ നിൽക്കുന്നത്. ഫ്രണ്ടിലൊരു മിറർ വെച്ചിട്ടുണ്ട് വണ്ടി പോകുന്ന കാണാനേ. അതിനകത്ത് നോക്കി ആസ്വദിക്കോ പുള്ളി. എനിക്ക് പറഞ്ഞു ഞാനേ ഇവിടേക്ക് അറിയോ? അവിടെ പിന്നെ പണ്ട് ഞാൻ അവിടെ പറന്ന് നടന്ന് വീടുണ്ടാക്കുന്ന ആളായിരുന്നു. ആണോ? കൈ തന്നാട്ടെ. എന്തായിരുന്നു? വേട്ടാവളിനൊക്കെ കെട്ടി അമ്മച്ചിയെ സമ്മതിക്കണം. മേശിരിപ്പണിക്കാരനായിരുന്നു. അവിടെ ഒരുപാട് വീട് വെച്ചിട്ടുണ്ട്. ആ വീട്ടിലൊക്കെ താമസക്കാരുണ്ട് ഇപ്പൊ? കൊള്ളത്തില്ല, താമസിക്കാൻ കൊള്ളത്തില്ല. അതല്ല, ഇപ്പൊ അവിടെ പഴയ വീടായില്ലേ? ആണോ? അവിടെ ഇപ്പൊ നിങ്ങളുടെ അപ്പുറത്ത് ആ തോട്ടമൊക്കെ ഉണ്ടോ നീ പറഞ്ഞ ഭാഗത്ത്? അവിടെ ഉണ്ട്. ആരും എടുത്തോണ്ട് പോയിട്ടില്ല, അവിടെ തന്നെ ഉണ്ട്. കണ്ടോ? അവിടെ ഇടവഴി അങ്ങോട്ട് കയറുമ്പോൾ സൗദാമിനി എന്ന് പറഞ്ഞൊരു സ്ത്രീ അറിയാവോ? സൗദാമിനിയമ്മ അറിയോ? സൗദാമിനിയമ്മയുടെ വീട്ടിൽ നിന്നല്ലേ ഞങ്ങൾ പാല് വാങ്ങിക്കുന്നേ. ആണോ? പണ്ട് ഊറ്റല്ലായിരുന്നു, ഇപ്പോൾ കറവേ തുടങ്ങി. ഇപ്പൊ പിന്നെ 5 വർഷങ്ങളുണ്ട്. അവളെ കാണാറൊക്കെ ഉണ്ടോ? അയ്യോ, കാണാറുണ്ടോന്ന് വെച്ചാൽ എന്നും കാണുന്നേ. ഭയങ്കര കഷ്ടമാണ് ആ സൗദാമിനിയുടെ കാര്യം. കാരണം എന്ന് പറഞ്ഞാൽ പണ്ട് ആരാണ്ട് സ്നേഹിച്ച് ചതിച്ചിട്ട് പോയത് അവര്. അതുകൊണ്ട് ഇപ്പോഴും കല്യാണം കഴിക്കാതെ നിൽക്കും അവര്. ഞാനത് വരച്ചു കിട്ടല്ലേ ഇവള് കേൾക്കും. ഇവള് സൗദാമിനി സൗദാമിനി എന്ന് പറഞ്ഞ് ഇവിടെ പലപ്പോഴും ഇങ്ങനെ പറയുന്നതാ. അതാണ് നമ്മളെ ആക്കിക്കൊണ്ടിരിക്കുന്നതാ. കേട്ടടി സൗദാമിനി. അല്ല അത് കേട്ടോ, സൗദാമിനി അതാരാ?
ഞാൻ പറഞ്ഞേ കിടന്ന് ഉരുളല്ലും കേട്ടോ. ഞാൻ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകാൻ ഞാൻ നിക്കത്തില്ല. ഞാൻ പറഞ്ഞേക്കാം. ഞാൻ പഴയ കാര്യമൊന്നും അല്ല ചെറുക്ക. നിനക്ക് നീ ഇപ്പൊ ഇങ്ങോട്ട് വന്നില്ലേ? നീ എന്തിനാ കുടുംബ പ്രശ്നം? ആരാ സൗദാമിനി ആരാ? സൗദാമിനി ആരാ? എനിക്കറിയില്ലടാ. ഒത്തിരി ഉണ്ടല്ലോ. അതിപ്പം നീ എന്റെ നേരെ ആറായിട്ടല്ലേ നീ നിന്റെ പല്ലല്ലേ ഇച്ചിരി ഓയിൽ പ്രൈമർ വാച്ചരിക്കണം. തുരുമ്പ് കൂടുതൽ കിടന്ന് ഉരുളല്ലും കേട്ടോ. ഞാൻ പറഞ്ഞേക്കുന്നത് സൗദാമിനി ഞാൻ പറഞ്ഞിട്ടുണ്ട്. നേരത്തെ ഇവിടെ വന്നു വാവക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവിടെ കിടന്ന് വഴക്കുണ്ടാക്കി എനിക്കെന്തുവാ പോയത് നിനക്കെന്തുവാ ചിരിക്കുന്നുണ്ട് അതിപ്പോ നിങ്ങൾ പോയി അങ്ങോട്ട്. അല്ല പിന്നെ റിസൾട്ടും കുന്തൊക്കെ എടുത്ത് വെക്കാനെ കൊണ്ട് ഡോക്ടറെ കാണാൻ ഇച്ചിരി ഉറപ്പുണ്ട്. എന്താ നല്ലതാന്നാ തോന്നുന്നു. നല്ലതാന്നോ? എടി നമ്മൾ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയിട്ട് സാധനങ്ങളാണ് കണ്ടോ ഇത്രയും നേരം ഒരു കള്ളൻ അടുത്ത് നിന്ന് കാര്യം പറഞ്ഞിട്ട് ഇയാൾക്ക് മനസ്സിലായില്ല. നീ വായി നോക്കി നിന്നിട്ടില്ല. നിനക്ക് നോക്കി വെക്കത്തില്ല. നിങ്ങളുടെ എല്ലായിരുന്നോ റിസൾട്ട് വന്നത്? അപ്പൊ നിങ്ങൾ നോക്കണമായിരുന്നു. ഒരു കള്ളനാടുത്തിട്ട് നമ്മൾ ഇത്രയും പെരുകള്ളനെ കണ്ടിട്ട് എനിക്ക് മനസ്സിലായില്ലല്ലോ. അയ്യോ മനസ്സിലാവരുത്. ഇനിയിപ്പോ ഡോക്ടറോട് എന്താ തന്നെ പറയും? പൈസ ഉണ്ടോ? പൈസ ഉണ്ടോ അതിനകത്തില്? പൈസ ഇല്ലേ? പൈസ പോയോ? പൈസ പോയി. എന്തോ ചെയ്യും മനുഷ്യ. എന്തോ ചെയ്യാനാന്ന് പറയാ. എന്തോ കഷ്ടം വന്ന് നിന്നപ്പോ ഒരു മാന്യനാന്ന് ഞാൻ വിചാരിച്ചു പോയി. പൈസ ഉണ്ടോ നോക്കട്ടെ. അയ്യോ വലിച്ചു പൊട്ടിക്കാൻ അങ്ങനൊന്നും അല്ലെന്നാ തോന്നുന്നത്. പറഞ്ഞ പണ്ടത്തെ ഓഫീസിൽ ജോലി ചെയ്തല്ലേ? അത് പൈസ അങ്കിച്ചൊന്നുമില്ല. കുറച്ച് പേപ്പർ മാത്രം ഉണ്ടാക്കി വെച്ചേക്കുന്നു. പേപ്പർ കച്ചവടമായിരുന്നു. എനിക്കറിയത്തില്ല. എന്റെ ദൈവം ഈ ചെറുക്കനോട് ഞാൻ എന്തോ പറയൂ. നടുവിന്റെ ഒക്കെ ഫോട്ടോസ്റ്റാറ്റ് കാണിക്കാനുള്ളതാ ഡോക്ടറിന്റെ അടുത്ത്. എനിക്കറിയാം എനിക്കറിയാം. അല്ലെങ്കിലും നമ്മൾ യാത്രക്കാര് ബസ്സിൽ പരിചയപ്പെടുന്നവരെ യാത്രയോടൊന്നും സംസാരിക്കരുത്. ആ ചെറുക്കനെ വിളിച്ച് വിവരം പറയാനെ കൊണ്ട്. അയ്യോ ചെറുക്കനെ വിളിച്ച് വിവരം ഒരബദ്ധം പറ്റി. ഞാനേ ആ സ്ക്രിപ്റ്റിന്റെ പെട്ടിയെ ബസ് സ്റ്റാൻഡിൽ വെച്ച് മറന്നില്ല. വേറെ അടുത്ത വണ്ടിക്ക് തന്നെ വരാം കേട്ടോ. വരാം. അയ്യോ ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ചെറുക്കൻ കള്ളനല്ലെന്ന്. അബദ്ധമൊക്കെ മനുഷ്യർക്കായാലും പറ്റിയതേണ്ട. അബദ്ധം പറ്റി കേട്ടോ. ഞാൻ എന്റെ പെട്ടിയാന്ന് പറഞ്ഞ് നിങ്ങളുടെ അടുത്തോണ്ട് പോയി. അപ്പുറത്തെ ബസ് സ്റ്റോപ്പിൽ ഓടി വരുവാ. എല്ലാം ഉണ്ട്. അയ്യാ ഈ പെട്ടി ആരാ തുറന്നതല്ല. നീ കളഞ്ഞിട്ട് പോയപ്പോ ഞങ്ങളെ കൊണ്ടോ വിട്ട് പെട്ടി കിടന്ന് അലച്ചത്. അങ്ങനെ തുറന്നാണ്. അയ്യോ എന്റെ സ്ക്രിപ്റ്റ്. എന്റെ ദൈവമേ കാണിക്കാൻ കിഴിഞ്ഞ സ്ക്രിപ്റ്റ് ആണ് ഇത്. ബസ്സിന്റെ ചാട പോകുന്നത് അത് പിടിക്കും. അയ്യോ പമ്പ ബസ്സിന്റെ ചാടലാതെ എന്തൊരു പരിപാടിയാ കാണിച്ചത്. 3 കൊല്ലം ഞാൻ ഉറക്കം എഴുതിയിരുന്നുണ്ടെങ്കിൽ സ്ക്രിപ്റ്റാ നിങ്ങൾ ഈ കാണിച്ചു വെച്ചത്. ഞാൻ പ്രൊഡ്യൂസറെ വായിച്ച് കേൾപ്പിക്കാൻ പോലെ പെട്ടി അറിയാതെ പറഞ്ഞു വെച്ചത്. പിന്നെ സിനിമയുടെയാ നിങ്ങൾക്കറിയാമോ? എത്ര വർഷം ഞാൻ ഉറക്കളിച്ചിരുന്നുണ്ടാക്കിയ സ്ക്രിപ്റ്റ് വന്നത്. എത്ര നാളാണ് ചേട്ടൻ എനിക്കൊരു പ്രൊഡ്യൂസറെ കിട്ടിയത് അറിയാമോ നിങ്ങൾക്ക്? ഇത് ഭയങ്കര കാലപ്പിക്കുന്ന ഒരു കഥയാണിത്. ഒരച്ഛനും അമ്മയ്ക്കും ദരിദ്രനായ ഒരു പുത്രൻ ഒറ്റ പാട്ട് സീൻ ലെവൽ ലോട്ടറി അടിച്ച് കോടീശ്വരനാവും. കല്യാണം കഴിക്കും, പിള്ളേരും ഉണ്ടാവും. ഭയങ്കര കഥയാണ്. നിങ്ങൾക്കറിയാമോ ഇത് എഴുതുന്നതിന്റെ പാട്? ഞാൻ എത്ര കൊല്ലം പുറകെ നടന്നറിയോ ഈ ഒരു പ്രൊഡ്യൂസറെ ഞാൻ ഒപ്പിച്ചറിയാവൂ. നിങ്ങൾക്കറിയത്തില്ല പുറകെ നടക്കുന്നതിന്റെ ബുദ്ധിമുട്ടറിയത്തു. ഇത് കണ്ടോ? ഇതെന്തോ ഇത്? എന്റെ 21ാമത്തെ വയസ്സത്തോട്ട് സിനിമാ കഥയെ കൊണ്ട് ഞാൻ നടക്കുക. എവിടെ പ്രൊഡ്യൂസറെ എവിടെ വെച്ച് കാണും. എനിക്ക് സിനിമ ഉണ്ടാക്കണമെന്ന് കൊതിച്ച് നടക്കുന്ന ഞാൻ. നിന്റെ കഥക്കാരിൽ കിടക്കൻ കഥയത്. എടാ മോനെ, ചാവുന്നതിന് മുമ്പേ നീ ഞാനൊരു സിനിമാക്കാരനായിട്ടേ ചാവത്തുള്ളൂ. അങ്ങനെ ആ സത്യം അതിന്റെ അമ്മയ്ക്ക് എടുക്കാം. അവളെ അങ്ങനെ എടുക്കാം. ഏത് സുഖം. എനിക്ക് നിന്റെ മടി തല കഴിച്ചത് കിടക്കാം. പച്ച പട്ടണെ കുത്തിയ ചെറുക്കനെ വിളിച്ച എനിക്ക് എന്താ? നീ നമ്മളപ്പുറത്ത് ഇപ്പുറത്ത് കിടക്കുന്ന എല്ലാം പിള്ളേർക്ക് കൊടുക്കണം. ഏതോ ചീന തക്കയോ? അതല്ലെന്ന് നമ്മളെ കുഞ്ഞുങ്ങളെ നീ നോക്കണം. എടിയേ ഞാൻ പോവാ. എനിക്ക് വയ്യ. പോയോ? അയ്യോ പോയേനെ എല്ലാം പോയേനെ. അയ്യോ ഇതാണ് ആ സിനിമയുടെ ക്ലൈമാക്സ്. എങ്ങനെ ഉണ്ടായിരുന്നു? ഇതാണ് സിനിമയുടെ ക്ലൈമാക്സ്. ഞാൻ
വെട്ടി ഞാൻ കൊല്ലും കേട്ടോ. എന്റെ ഉയിര് മേളിപ്പോ ഊഞ്ഞാലാടി അറിയാമോ? ഇങ്ങനെ തലമണ്ട അടിച്ചങ്ങ് പൊട്ടിക്കോ വേണ്ടുന്നത്. ഇതായി കഥ ഞാൻ എന്ന് പറയുന്നിടത്ത് എല്ലാരും പറഞ്ഞത് ഇങ്ങനെ ചെയ്യുമെന്ന. അതാ 40 കൊല്ലം കൊണ്ട് ഇപ്പോഴും ഈ ചാക്കിനകത്ത് ഇരുന്നേ.